പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജൂലൈ മാസം 3-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 4-ാം ദിവസം. ഹല്ലേലൂയ. വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത് ഓർക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, അപ്പാ 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 നന്ദിയോടെ സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട്, അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് അപ്പയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. ഇത് കർത്താവിൻ്റെ കൃപയാണ് ഞങ്ങൾ ഉണർന്നിരിക്കുന്നത്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയാണ് ഞങ്ങൾ ഈ രാവിലെ എഴുന്നേറ്റത്. കർത്താവാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്. അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പാ ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന്, കൈപിടിച്ച് നടത്തുന്നതിന്, അത്ഭുതമാക്കി തീർക്കുന്നതിന്, ശ്രേഷ്ഠമാക്കി തീർക്കുന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രയാഗവും അർപ്പിക്കുന്നു. കർത്താവ് നല്ലവനാകിയാൽ സ്തോത്രം, കർത്താവ് വിശ്വസ്തനാകിയാൽ സ്തോത്രം, അങ്ങ് മതിയായ ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ല കർത്താവാകിയാൽ, വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, 86-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം, കർത്താവേ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായവനില്ല, കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയും ഇല്ല. 10-ാമത്തെ വാക്യം, കർത്താവേ കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനുമല്ലോ, കർത്താവ് മാത്രം ദൈവമാകുന്നു. ആമേൻ. 12-ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കും, കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കും, കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലുതല്ലോ, കർത്താവ് എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അങ്ങ് എനിക്കൊരു അടയാളം തരണമേ. യഹോവേ അങ്ങ് എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നല്ലോ. ഈ ഉപവാസത്തിൻ്റെ 4-ാം ദിവസം നന്മയ്ക്കായി ചില അടയാളങ്ങൾ കർത്താവ് നൽകുന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്, നമ്മളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, നിന്റെ ദൈവം എവിടെ, നീ വലിയ വിശ്വാസമൊക്കെ ആണല്ലോ എന്ന് പറയുന്നവർ ആമേൻ കാണത്തക്ക വിധത്തിൽ നമ്മളെ പകയ്ക്കുന്നവർ ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ കർത്താവ് തരുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഈ 4-ാം ദിവസം, ഈ വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു, സ്തുതി സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അപ്പയോട് പ്രാർത്ഥിക്കുക. അപ്പാ ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരുടെ സകല ആവശ്യങ്ങൾ അപ്പ കൂട്ടായിട്ടിരിക്കണമേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഇന്ന് പൽക്കാലം അത്ഭുതം ആവശ്യമുള്ളവർക്ക് അത്ഭുതങ്ങളെ ചെയ്യണം. അതേത് മിറക്കിൾസ് ആണെങ്കിലും, കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാ തീർന്നു പോയത് അങ്ങ് അവിടെ അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. രക്തസ്രാവക്കാരിക്ക് രോഗസൗഖ്യമായിരുന്നു ആവശ്യം, അവൾക്ക് അങ്ങ് രോഗസൗഖ്യം കൊടുത്തു. സക്കായിക്ക് പാപം മോചനം ലഭിച്ച് രക്ഷയായിരുന്നു ആവശ്യം, അത് സക്കായിക്ക് കൊടുത്തു. ലാസറിൻ്റെ വീട്ടിൽ ഒരു ഉയർപ്പായിരുന്നു ആവശ്യം, അത് കർത്താവ് കൊടുത്തു. അതുപോലെ കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഭവനത്തിൽ എന്താണോ ആവശ്യം, അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. അതിന്മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നോ അതിൽ നസറനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ വിധത്തിലും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന കേസുകൾ, അത്ഭുതങ്ങൾ ഇന്ന് പൽക്കാലം നടക്കട്ടെ. വസ്തു ഇടപാടുകളിൽ ആമേൻ, പ്രോപ്പർട്ടി ഡീലിങ്സിനകത്ത് ഒരത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം പറയുന്നു. ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ചില മിറക്കിൾസ് നടക്കട്ടെ.
നാളുകളായി പെൻഡിങ്ങിലിരിക്കുന്ന ചില കേസുകൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. അങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം. അങ്ങേക്കൊന്നും കഴിയാത്തതായിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. ജോലി സംബന്ധമായ വിഷയങ്ങളിൽ അത്ഭുതം നടന്നതിന് സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ലോകവ്യാപകമായി ഇന്നൊരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വൈകിട്ടത്തെ മീറ്റിങ്ങും നാളത്തെ സഭായോഗവും ഏറ്റവും മഹത്വപൂർണ്ണമായി തീരുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ശരീരഭാഗത്ത് വേദന അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് പെട്ടെന്നൊരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ കൈ വെച്ചിരിക്കുന്ന ആ ഭാഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വേദനയ്ക്ക് കാരണം എന്താണോ അതിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പൂർണ്ണ സൗഖ്യമാകട്ടെ. 100% സൗഖ്യമാകട്ടെ. 50 അല്ല, യേശുവിൻ്റെ നാമത്തിൽ 100% സൗഖ്യം നടക്കട്ടെ. 100% സൗഖ്യം കൊടുത്തതിന് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം നേരത്തെയാണ് മീറ്റിംഗ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ നേരത്തെ പങ്കെടുക്കണം. അതുപോലെ നാളെ രാവിലെ ഇന്ത്യൻ സമയം മോർണിംഗ് 8 AM നമ്മുടെ സഭായോഗം. എല്ലാത്തിനായിട്ട് നിങ്ങൾ സ്തോത്രം പറയുകയും പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുക. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യേശു അത് കേട്ടിട്ട് ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. നമുക്ക് ഈ സംഭവം അറിയാവുന്ന സംഭവമാണ്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച്, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നുവെന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസത്തിൻ്റെ 4-ാമത്തെ ദിവസം കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, ആമേൻ, നിങ്ങൾ എത്രമാത്രം കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ ചിലപ്പോൾ ഈ ഉപവാസമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആമേൻ പെട്ടെന്നൊരു മറുപടിക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ കാത്തിരിക്കും. പെട്ടെന്നൊരു മിറക്കിളിന് വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഹീലിങ്ങിന് വേണ്ടി ആയിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ വിടുതൽ ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിൽ തന്നെ നടക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കും. പക്ഷേ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ഹല്ലേലൂയ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പം ചിലതൊക്കെ ഒന്ന് താമസിപ്പിച്ചെന്നിരിക്കും. ലാസറിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭവനമാണ്. കർത്താവ് ആ വഴി യാത്ര ചെയ്യുമ്പോൾ ഈ ഭവനത്തിൽ കയറാതിരിക്കത്തില്ല, അവിടെ താമസിക്കും, അവിടുന്ന് ഭക്ഷണം കഴിക്കും. ഈ ഭവനത്തിൽ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. എന്നാണ് കർത്താവ്, നമ്മൾ മാനുഷികമായിട്ട് നോക്കിയാൽ എല്ലാവരും പറയും യേശു ലാസറിനെയും കുടുംബത്തെയും തള്ളിക്കളഞ്ഞു എന്ന് പറയും. കാരണം ഒരു ഐഡിയയുമില്ല, യേശു ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അവിടെ വന്നില്ല. അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മറുപടി താമസിക്കുന്നു എന്ന് പറഞ്ഞ് യേശു നമ്മളെ കൈവിട്ടു എന്ന് നമ്മൾ പറയരുത്. ഹല്ലേലൂയ, യേശു നമ്മളെ കൈവിട്ടു എന്ന് നമ്മൾ പറയല്ലേ. ഈ താമസമെന്ന് പറയുന്നത് അടുത്ത ഒരു ലെവൽ ഓഫ് ഗ്ലോറിക്കുള്ള ഒരു സെറ്റപ്പായിട്ട് നമ്മൾ കാണാൻ പഠിക്കണം. താമസമെന്ന് പറയുന്നത് അടുത്ത ലെവൽ ഓഫ് ഗ്ലോറി. ആമേൻ, അതിനുള്ള ഒരു സെറ്റപ്പായിട്ട് വേണം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, എന്താ നമ്മൾ കാണേണ്ടത്. ഈ യേശുവിൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കിലേക്ക് ആളയക്കുമ്പോൾ ആ സഹോദരിമാരുടെ വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ യേശു ഓടി വരും, പെട്ടെന്ന് വന്ന് ലാസറിനെ എഴുന്നേൽപ്പിക്കും, അല്ലെങ്കിൽ സൗഖ്യമാക്കും. കാരണം എന്നാ, ലാസർ അതുപോലെ പ്രിയപ്പെട്ടവരാ. ലാസറിൻ്റെ സഹോദരിയെക്കുറിച്ച് നമ്മളിപ്പോൾ വായിച്ചില്ലേ, അവിടെ കർത്താവിൻ്റെ കാലിൽ പരിമളതൈലം പൂശിയുള്ള ആ ഭവനവുമായിട്ട് അതുപോലൊരു ബന്ധം കർത്താവിനുണ്ട്. അപ്പം നിശ്ചയമായിട്ട് കർത്താവ് ഓടി വരുമെന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അവരുടെ പ്രതീക്ഷ പോലൊന്നും കാര്യം നടന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ കർത്താവ് വെയിറ്റ് ചെയ്തതും മനഃപൂർവ്വം, ഇൻറ്റൻഷ്യലി വെയിറ്റഡ്. അവൻ മനഃപൂർവ്വമായിട്ട് യേശു അവിടെ ഇരുന്നു എന്ന വേദോസം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിച്ച ഭാഗത്ത് അങ്ങനെയല്ലേ പറഞ്ഞ്, എന്നിട്ടും യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൾ ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം കർത്താവ് അവിടെ പാർത്തു.
സ്തോത്രം. 2 ദിവസം പാർത്തിട്ടാണ് കർത്താവ് വരുന്നത്. കാരണം കർത്താവിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യമെന്നുള്ളതല്ല കർത്താവിൻ്റെ മനസ്സിലുള്ളത്. കർത്താവിൻ്റെ മനസ്സിൽ കിടക്കുന്നത് ആമേൻ ഒരു ഉയർപ്പാണ് കർത്താവിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം ഇവിടെ ഒരു രോഗസൗഖ്യം കൊടുത്താൽ ഇതിനെ നമുക്ക് ഇത്രയും കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇത്രയും കാര്യമായൊരു ഇമ്പാക്റ്റ് ആ ദേശത്തുണ്ടാകത്തില്ല. ഇത്രയും കാര്യമായ ഒരു 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 മഹിമ അവിടെ വെളിപ്പെടുകയില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവിടെ വെയിറ്റ് ചെയ്തു. എന്തിനാ? അപ്പോൾ സാധാരണഗതിയിൽ ചിന്തിച്ച് നമ്മൾ പറയും ആ പ്രോബ്ലം വേഴ്സായി, പ്രശ്നം കഠിനമായി, ബുദ്ധിമുട്ട് കഠിനമായി. യെസ്, ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ കഠിനമായി. യേശു അവിടെ ഇരുന്നു. പക്ഷേ യേശു വരുമ്പോൾ യേശു എന്നാ പറഞ്ഞേ? യേശുവിൻ്റെ ഉദ്ദേശം എന്തുമായിരുന്നു? ഇത് വലിയൊരു സംഭവമായി മാറണം. ഈ ചെറിയ വിഷയം അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ഈ 4-ാം ദിവസം പ്രിയപ്പെട്ടവരെ, ചില മറുപടികൾ ഡിലേ ആകുമ്പോൾ, ചിലത് കയ്യിലേക്ക് വരുവാൻ താമസിക്കുമ്പോൾ പിറുപിറുക്കരുത്, നിരാശപ്പെട്ടു പോലെ കൈകൾ ഉയർത്തിയിട്ട് പറയണം, എനിക്കറിയാം ഇത് വലിയ മഹത്വത്തിനായിട്ട്. അവിടെയാണ് അടുത്ത ലെവൽ ഓപ്പൺ ആകുന്നത്. കർത്താവേ സ്തോത്രം, എനിക്കറിയാം ഇത് വലിയ മഹത്വത്തിനായിട്ടാണ്. ലാസറിൻ്റെ വീട്ടിൽ അങ്ങ് വരാൻ താമസിച്ചത് ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ടായിരുന്നു. പുത്രൻ്റെ നാമം, പിതാവിൻ്റെ നാമം വലിയ ശക്തിയോടെ മഹിമപ്പെടാനായിരുന്നു. ലാസർ പിറ്റേ അധ്യായത്തിലൊക്കെ പറയുന്നത് ലാസറിനെ കാണാൻ ജനം ഓടിക്കൂടി. കാരണം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലാസറിനെ കാണാൻ, യേശുവിൻ്റെ കൂടെ പന്തിയിലിരിക്കുമ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങൾ നിമിത്തം മാത്രമല്ല ലാസറിനെ കൂടെ കാണണമെന്ന് പറഞ്ഞാൽ ജനം വരുന്നത്. ഇതുപോലെ ഈ ഉപവാസം 4-ാം ദിവസം കർത്താവ് നമ്മളെ ബലപ്പെടുത്തുക. ചിലത് താമസിക്കുന്നെങ്കിൽ നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് സമയം അടുത്ത് വരികയാണ്. വലിയ ഗ്ലോറിക്കായിട്ടുള്ള സമയം അടുത്ത് വരിക. വലിയ ദൈവിക ഇടപെടലിനായുള്ള സമയം അടുത്ത് വരിക. അതുകൊണ്ട് വിശ്വാസത്തോടെ സ്തോത്രം പറയണം. കാര്യങ്ങൾ താമസിക്കുമ്പോൾ, മറുപടികൾ താമസിക്കുമ്പോൾ തളരാതെ, നിരാശപ്പെടാതെ വിശ്വാസത്തോടെ പറയണം, ഐ നോ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മഹത്വം വെളിപ്പെടാൻ പോകുക, എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കാൻ പോവുക. ഇങ്ങനെ പറഞ്ഞ് സ്തോത്രം പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ ചില താമസങ്ങൾ വരും. വേദപുസ്തകത്തിൽ 3 പേരെ കർത്താവ് ഉയർപ്പിച്ചു. യായിറോസിൻ്റെ മകളെ കർത്താവ് ഉയർപ്പിച്ചു. ആമേൻ, ആമേൻ. നയനിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ചു. ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ചു. എന്നാൽ താമസിച്ചത് ആരുടെയാ? താൻ സ്നേഹിക്കുന്ന ലാസറിൻ്റെ കുടുംബത്തിലാണ് താമസമായത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും താമസിക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട, തളരേണ്ട. കരമുയർത്തി അങ്ങ് പറഞ്ഞാൽ മതി, ഇത് വലിയ മഹത്വത്തിനായിട്ടാണ്, വലിയ അത്ഭുതത്തിനായിട്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ 4-ാം ദിവസം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗ്ലോറി വെളിപ്പെടുത്തട്ടെ, വലിയ മിറക്കിൾസ് സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.